ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി നീട്ടി അമേരിക്ക. 2 ആഴ്ചത്തെ വെടിനിർത്തൽ ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം വന്നത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനമെന്നും നാവിക ഉപരോധം ഹോർമൂസിൽ തുടരുമെന്നും ട്രംപ് പറയുന്നു. വെടിനിർത്തൽ കാലാവധി നീട്ടിയത് അപ്രതീക്ഷിതമായ ആക്രമണം നടത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് ഇറാൻ പറയുന്നത്. നാവിക ഉപരോധത്തെ സൈനികമായി നേരിടുമെന്നും ഇറാൻ പ്രതികരിച്ചു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, ശരിക്കും മറ്റു വഴിയില്ലാതെ ഈ വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടിയിരിക്കുന്നു. വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇറാനുമായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വരുന്നത്. ഈ സമാധാന ചർച്ചകളിലെ അമേരിക്കൻ നിർദ്ദേശങ്ങളോട് ഇറാൻ പ്രതികരിക്കാതെ ഇരുന്നതിനെ തുടർന്ന് ഈ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്നലെ അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം മാറ്റിവെച്ചതിന്റെ പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കുവാൻ മധ്യസ്ഥത വഹിക്കുന്നത് പാകിസ്ഥാനാണ്. അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആക്രമണങ്ങളിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് ഒപ്പം പറയുന്നത്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഭിന്നതകളുണ്ടെന്ന് ട്രംപ് പറയുന്നു. ഒരു യോജിച്ച നിർദ്ദേശമായി ഇറാൻ നേതാക്കൾ മുന്നോട്ട് വരുന്നതുവരെ ഈ വെടിനിർത്തൽ തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനത്തെ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ നടപടിക്ക് യാതൊരു അർത്ഥവുമില്ലെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവ് മഹദി മുഹദി പ്രതികരിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബാക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയത് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നത് ഇത്തരം ഒരു സൈനികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനായിട്ടാണെന്നാണ് ഇറാൻ സംശയിക്കുന്നത്. അതേസമയം ഈ വെടിനിർത്തൽ തുടരുമെങ്കിലും ഇറാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തിയത് അത് തുടരുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കണമെന്നാണ് ഇറാന്റെ പക്ഷേ ആവശ്യം. ഉപരോധം തുടരുന്ന അമേരിക്കയുടെ നടപടിയെ ഒരു യുദ്ധപ്രഖ്യാപനമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വിശേഷിപ്പിച്ചത്. അതുപോലെ റഷ്യയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അവർ പറയുന്നത് ഇതിനോടകം ആണവായുധം ഇറാൻ പരീക്ഷിച്ചു കഴിഞ്ഞു. അതായത് ഹോർമൂസ് കടലിടുക്കിനെ ഒരു ആണവായുധത്തോടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ അതുപോലെ ഇതോട് പ്രതികരിച്ചിരിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഈ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ഇറാൻ പറയുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.